ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ആദായ നികുതി റിട്ടേൺ. നിങ്ങൾ ഈ പേര് പത്രങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിൽ കൂടിയോ ചില സിനിമകളിൽ കൂടിയോ മറ്റ് ആൾക്കാരിലൂടെയോ കേട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാകാം, ഇതിനെപ്പറ്റി നല്ല ധാരണ ഉള്ളവരുമാകാം. എന്നാൽ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ആദായ നികുതി റിട്ടേണിനെ പറ്റി അധികം ധാരണയില്ല. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ? എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ? ആർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ടുള്ളത്? എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഞാനിത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനും ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ? ഒരാൾ തനിക്ക് ഒരു വർഷം മുഴുവൻ കിട്ടുന്ന വരുമാനങ്ങൾ അഥവാ ഇൻകം എത്രയെന്ന് ഗവൺമെന്റിനെ അറിയിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. വരുമാനം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവിധമായ ഇൻകവും ഉൾപ്പെടും. ഉദാഹരണമായി നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സാലറി, നമ്മളൊരു വീടോ ബിൽഡിങ്ങോ ഒരാൾക്ക് റെന്റിന് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന വാടക, നമുക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, നമുക്ക് സ്ഥലമോ മറ്റു വസ്തുവകകളോ വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ട്, FD മുതലായവയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ലോട്ടറി അടിച്ചാൽ കിട്ടുന്ന പ്രൈസ് മണി, ഇവ എല്ലാം തന്നെ നമ്മുടെ വരുമാനങ്ങളാണ്. ഇങ്ങനെ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന മുഴുവൻ വരുമാനങ്ങൾ എത്ര എന്ന് ഗവൺമെന്റിനെ അറിയിക്കുന്ന ഒരു റിപ്പോർട്ട് അല്ലെ സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ആദായ നികുതി റിട്ടേൺ എന്ന് പറയുന്നത്. ആ ഒരു വർഷത്തെ വരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇൻകം ടാക്സ് റിട്ടേണിൽ രേഖപ്പെടുത്താൻ ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അതേ ഒരു വർഷത്തിൽ നമുക്കുണ്ടായ നഷ്ടങ്ങൾ, ബിസിനസ്സിൽ നിന്നോ മറ്റ് വസ്തുവകകൾ വിറ്റതിൽ നിന്നോ തുടങ്ങിയ നഷ്ടങ്ങൾ, ആ ഒരു വർഷത്തെ മുഴുവൻ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ചിലവുകൾ അല്ലെ ഇൻവെസ്റ്റ്മെന്റ്സ്, ആ ഒരു വർഷത്തെ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഓൾറെഡി പേ ചെയ്ത ടാക്സ് എത്ര തുടങ്ങിയവ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ ഗവൺമെന്റിന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുടെ ആ ഒരു വർഷത്തെ മുഴുവൻ വരുമാനങ്ങൾ എത്ര എന്നും ഗവൺമെന്റ് റൂൾ പ്രകാരമുള്ള ടാക്സ് അതിന്മേൽ അയാൾ പേ ചെയ്തിട്ടുണ്ടോ എന്നും ഗവൺമെന്റിന് മനസ്സിലാകും. ഇൻകം ടാക്സ് റിട്ടേണിൽ രേഖപ്പെടുത്തുന്ന വരുമാന വിവരങ്ങൾ ഒരു വർഷത്തേക്കുള്ളതായതുകൊണ്ട് ഓരോ വർഷത്തിനും ശേഷമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇൻകം ടാക്സ് നമ്മൾ കണക്കാക്കുന്ന ഒരു വർഷം ജാനുവരി ടു ഡിസംബർ അല്ല, ഏപ്രിൽ ടു മാർച്ച് ആണ്. അതായത് നമ്മൾ സാധാരണ പറയാറുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ചു പേർ, അവർ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു വ്യക്തി അഥവാ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ വരുമാനങ്ങൾ, അതായത് നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2,50,000 അധികമായിരുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ മുഴുവൻ വരുമാനങ്ങൾ 2.5 ലക്ഷമോ അതിൽ താഴെയോ ആയിരുന്നെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധമില്ല. എന്നാൽ നിങ്ങളുടെ പ്രായം 60 വയസ്സോ അതിലധികമോ ആണെങ്കിൽ, പക്ഷേ 80 വയസ്സിനേക്കാൾ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ മുഴുവൻ വരുമാനങ്ങൾ, നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 3 ലക്ഷത്തേക്കാൾ അധികമാണെങ്കിൽ മാത്രം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. എന്നാൽ നിങ്ങളുടെ പ്രായം 80 വയസ്സോ അതിലധികമോ ആണെങ്കിൽ, നിങ്ങളുടെ മുഴുവൻ വരുമാനങ്ങൾ കഴിഞ്ഞ വർഷത്തേത് 5 ലക്ഷത്തിന് അധികമാണെങ്കിൽ മാത്രമേ നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ ഒരു കമ്പനിയോ ഫേമോ LLPയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പോ ആണെങ്കിൽ എല്ലാ വർഷവും ലാഭനഷ്ട ഭേദമന്യേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിരിക്കണം. നിങ്ങൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയ, അതായത് പ്രവാസി അല്ലാത്ത ഒരു വ്യക്തി അഥവാ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വാർഷിക വരുമാനം 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെ 5 ലക്ഷത്തേക്കാൾ താഴെയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ അതേസമയം ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും കമ്പനികളുടെ ഷെയർസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലോ പുറം രാജ്യത്തെ ഏതെങ്കിലും ബാങ്കുകളിലോ മറ്റ് വസ്തുവകകളിലോ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലോ ഈ ലിമിറ്റുകളേക്കാൾ താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു വ്യക്തി അഥവാ ഇൻഡിവിജ്വൽ ആകുന്നുവെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വാർഷിക വരുമാനം 2.5 ലക്ഷം അല്ലെ 3 ലക്ഷം അല്ലെ 5 ലക്ഷത്തേക്കാൾ താഴെയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ലോസുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ വസ്തുക്കൾ വിറ്റതിൽ നിന്നോ മറ്റു മുതലായ രീതിയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ വരും വർഷങ്ങളിലെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ, സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിഞ്ഞ വർഷത്തിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടാക്സ് കുറയ്ക്കാൻ ഈ നഷ്ടങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങളിൽ നിന്നും ഗവൺമെന്റ് അധികമായി ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ TDS, അഡ്വാൻസ് ടാക്സ് മുതലായ രീതിയിൽ അധികമായ ടാക്സ് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധികമായ എമൗണ്ട് തിരിച്ച് ലഭിക്കണമെങ്കിൽ, റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നിങ്ങളുടെ വാർഷിക വരുമാനം നേരത്തെ പറഞ്ഞ ലിമിറ്റുകളേക്കാൾ താഴെയാണെങ്കിൽ പോലും. നിങ്ങൾ കഴിഞ്ഞൊരു വർഷം വിദേശ യാത്രയ്ക്കായിട്ട് 2 ലക്ഷമോ അതിലധികമോ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ആയിട്ട് വൈദ്യുതി ചെലവായി കഴിഞ്ഞൊരു വർഷം 1 ലക്ഷമോ അതിലധികമോ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ടിൽ 1 കോടിയോ അതിലധികമോ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വാർഷിക വരുമാനം നേരത്തെ പറഞ്ഞ ലിമിറ്റുകളേക്കാൾ താഴെയാണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ടും കഴിഞ്ഞ വർഷത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞ ആളുകളെല്ലാം തന്നെ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവരാണ്. ഈ നിർബന്ധമായി ഫയൽ ചെയ്യേണ്ട ആളുകളിൽ നിങ്ങൾ വരുന്നില്ലെങ്കിൽ പോലും സ്വമേധയാ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഗവൺമെന്റ് സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഏത് സമയത്തിനുള്ളിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടത്. ഇൻകം ടാക്സ് റിട്ടേൺ സാധാരണയായി ഗവൺമെന്റിന് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് കമ്പനി അല്ലാത്ത മറ്റ് വ്യക്തികൾക്ക് അവർക്ക് ഇൻകം ടാക്സ് ഓഡിറ്റ് എന്ന നിയമം ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ഏത് വർഷത്തിന്റെ റിട്ടേൺ ആണോ അവർ ഫയൽ ചെയ്യുന്നത് അതിന്റെ അടുത്ത വർഷത്തിലെ ജൂലൈ 31-നുള്ളിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കണം. കമ്പനികൾക്കും ഇൻകം ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വ്യക്തികൾക്കും സെപ്റ്റംബർ 30 അവസാന തീയതി. നിങ്ങളുടെ അറിവിനായി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആർക്കൊക്കെയാണ് സാധാരണയായിട്ട് ഇൻകം ടാക്സ് ഓഡിറ്റ് അനിവാര്യമായി വരുന്നത്? നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷം കിട്ടിയ ടോട്ടൽ വരുമാനം അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ അല്ലെ സെയിൽസ് എന്ന് പറയുന്നത് 1 കോടിയേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ വർഷത്തിന് ഇൻകം ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ ആണ്, അതായത് നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളൊരു ഡോക്ടറോ ലോയറോ ആർക്കിടെക്റ്റോ ടെക്നിക്കൽ കൺസൾട്ടന്റോ ഫിലിം ആർട്ടിസ്റ്റോ അക്കൗണ്ടന്റോ മുതലായ പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ടോട്ടൽ വരുമാനം അല്ലെങ്കിൽ ടോട്ടൽ ഗ്രോസ് റെസീറ്റ്സ് എന്ന് പറയുന്നത് 50 ലക്ഷത്തേക്കാൾ അധികമാണെങ്കിൽ നിങ്ങളും ഇൻകം ടാക്സ് ഓഡിറ്റിന് വിധേയമാകണം. ഈ വർഷം COVID-19 എന്ന മഹാമാരി വന്നതുമൂലം ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് ഫിനാൻഷ്യൽ ഇയർ 2019-20 ഇൻകം ടാക്സ് റിട്ടേൺ കമ്പനികൾക്കും മറ്റ് വ്യക്തികൾക്കും ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 30 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ഇൻഡിവിജ്വലോ കമ്പനിയോ പാർട്ണർഷിപ്പ് ഫേമോ ആരായാലും കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വരുന്ന നവംബർ 30 മുമ്പ് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഈ നവംബർ 30-നുള്ളിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ പല പിഴകൾ ചുമത്തപ്പെടുകയും നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അവ എന്തെല്ലാമാണെന്ന് മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കമന്റുകളോ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റിയുള്ള മറ്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനായി ഞാൻ പുതിയ വീഡിയോസ് തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ പുതിയ വീഡിയോസ് കിട്ടാനും ഇതുപോലുള്ള മറ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളെ പറ്റിയുള്ള ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാനുമായി നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം അതിന് സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.